സാറിന് ഞാൻ ഒരു സമ്മാനം തരണ്ട്. പള്ളിയിൽ അച്ഛൻ്റെ ലോഹ. അതാകുമ്പോൾ സാറിന് നന്നായി ചേരും. എടോ, എൻ്റെ അപ്പം പോലീസായിരുന്നു, അപ്പൻ്റെ അപ്പം പോലീസായിരുന്നു എന്ന് വെച്ച് ഞാനും പോലീസാവണമെന്ന് വല്ല നിയമമുണ്ടോ? കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട. കേസ്, കൊല, ഡെഡ് ബോഡി, എന്തൊക്കെ കുരിശുകളാണ് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത്. സാർ, എനിക്കൊരു പരാതി പറയാനുണ്ട്. സർ, അവർ വന്നിരിക്കുന്നത് അവരുടെ പ്രശ്നം നമ്മളോട് പറയാനാണ്. അപ്പോൾ അവരെ പേടിപ്പിച്ചാൽ അവരുടെ പ്രശ്നം അവരാരോട് പറയും? അവരവരുടെ കാര്യം പറയട്ടെ. അതോട്ട് വരാൻ പറ. സാർ, വരൂ. പറയൂ. എൻ്റെ ഭർത്താവിനെ 2 ദിവസമായി കാണാനില്ല സാർ. ഓട്ടോ ഓടിക്കാൻ പോയതാ. പരിചയക്കാരുടെയൊക്കെ തിരക്കി. അവർക്കാർക്കും ഒരു വിവരമില്ല സാർ. എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണേ. സുഖമില്ലാത്ത അമ്മയ്ക്കും വയ്യാത്ത കാലമുള്ള എനിക്കും അയാൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ മറ്റോ ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാലൊരു കാര്യം ചെയ്യ്, ആ റൈറ്ററോട് പറഞ്ഞ് ഒരു പരാതി രജിസ്റ്റർ ചെയ്തോ. ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അയാളുടെ ഫോട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ, നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഇയാളുടെ പേരിൽ ഉടനെ തന്നെ ഒരു കംപ്ലൈൻറ്റ് വന്നേക്കും. അന്നേരം ഞങ്ങൾ പൊക്കി അകത്തിട്ടിട്ട് വിവരം അറിയിക്കാം. അപ്പം വന്ന് കണ്ടാൽ മതി. വേഗം വിട്ടോ. ഇപ്പം അങ്ങനൊന്നും ഇല്ല. ഓട്ടോ ഓടിച്ച ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്. ചെല്ല്. പറഞ്ഞത് കേട്ടില്ലേ? സോഫി, 2 ദിവസത്തേക്ക് ഇനി ക്ലാസ്സില്ല കേട്ടോ. ശരി സാർ. ഞാനിന്നിവിടെ തയ്യാറാക്കി. നമസ്കാരം. നിയന്ത്രണരേഖയുടെ വിഷയം ഇത്. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനാ? അയാളുടെ അപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് ശരിയായി തോന്നിയില്ല. പരിചയമില്ലാത്ത വഴി സന്ധ്യാസമയവും അതൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലായിരുന്നു. ഇവൾ എൻ്റെ അടുത്തേക്ക് വരാനാണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
ഈ ഓട്ടോക്കാരനുമായി നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു അല്ലേ? സർ, വെറും 2-3 ദിവസത്തെ പരിചയമേ ഇവർ തമ്മിലുള്ളൂ. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യും, ഓഫീസിൽ കൊണ്ടുവിടും. അല്ലാതെ സർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടുപ്പമൊന്നും ഇവൾക്ക് അയാളോടില്ല. റിലാക്സ് മിസ്റ്റർ റോയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഈ സംഭവം അറിഞ്ഞ് കിട്ടിയ ഫ്ലൈറ്റിൽ പിറ്റേന്ന് തന്നെ ഇങ്ങ് നാട്ടിലെത്തി. അപ്പം സംഭവം നടന്നത് മിനിയാന്ന്, നിങ്ങളെത്തിയത് ഇന്നലെ, കംപ്ലൈൻറ്റ് തരുന്നത് ഇന്ന്. എന്താ ഇത്രയും ലേറ്റ് ആവാൻ കാരണം? സർ, ഞാനിവിടെ എത്തുമ്പോൾ ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. വീട്ടിനുള്ളിൽ പേടിച്ച് വിറച്ച് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. ഓക്കെ, വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. അതെന്താ? പരിചയമുള്ള വണ്ടിയല്ലേ, എന്നിട്ടും നമ്പർ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ? സർ, നമ്മളൊക്കെ ഓട്ടോയിലും കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. സഞ്ചരിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? അക്രമി ഓടിക്കുന്ന ഒരു സ്ത്രീക്ക് തിരിഞ്ഞു നിന്ന് നമ്പർ എഴുതി തോടാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ബാഗ്. എന്താ? അവളുടെ ഫോണും പേഴ്സും ബാഗിലെ വണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ. ഓ, എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി കൊടുക്കുക. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ഒന്ന് നിന്നേ. ഇയാളാണോ ആള്? ഇത് തന്നെയാണ്. ശരിയെന്നാ. എന്തായി സാറിൻ്റെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? വർമ്മ സാറ് പറഞ്ഞ പ്രൊമോഷൻ്റെ കാര്യമൊന്ന്. മഴക്കാറ് കണ്ടിട്ട് ഞാൻ ചായപാത്രം അടുപ്പത്ത് വെക്കാറില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തനിക്ക് വല്ലാത്ത ധൃതിയുണ്ടോ? അല്ല സാറ് ഈ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കുർബാനയും ചൊല്ലിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുഞ്ഞാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. സാർ എത്രയും പെട്ടെന്നൊന്ന് പോയിട്ട് വേണം എനിക്കൊരു യഥാർത്ഥ പോലീസുകാരനായിട്ട് ജീവിക്കാൻ. യഥാർത്ഥ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ കസേരയില്ലാതെ കസേരയിലിരുത്തുക, പച്ച ഈർക്കിൽ കുത്തിക്കയറ്റുക, അതൊക്കെയാണ്. എന്തിനാ നിർത്തിയത്? പച്ച ഈർക്കിൽ പൊട്ടിക്കാനാ? സാർ അങ്ങോട്ടൊന്ന് നോക്കി. സാർ ബാഗ് ഇവിടെയുണ്ട്. അവരെന്ന ഡീറ്റെയിൽസിലുള്ള സാധനമല്ല ഇതിലുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല സാർ. അങ്ങനെ തീർത്ത് പറയല്ല രാമേന്ദ്ര. ഇവിടെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുകയും ഇര രക്ഷപ്പെട്ടപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് രാഘവൻ മുങ്ങുകയും ചെയ്തു. അപ്പോൾ കേസ് ക്ലോസ് അല്ലേ സാർ? പക്ഷേ ഓടിക്കൊണ്ടിരുന്ന വണ്ടി എങ്ങനെയാൾ സ്വയം പഞ്ചറാക്കും?